യേശുരാജനുയിർത്തെഴുന്നേറ്റല്ലേലുയാ വന്നാശാപച്ചാവുകൾ ജയിച്ചല്ലേലുയാ മഹാസന്തോഷമേ 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 പരസുതനേശുനാഥനെ വാട്ടിപ്പാടുവിൻ ജയഗീതം പാടുവിൻ ജയഗീതം പാടുവിൻ പകലോനുദിച്ചുരുളോടി ഒളിച്ചിനാവന്നിടുവിൻ മഹാസന്തോഷമേ 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 മഹാസന്തോഷമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ്, അവൻ ഇവിടെയില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് 2 അടയാളങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒഴിഞ്ഞ കല്ലറയും 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതും. ഉയർപ്പ് മനസ്സുകൾക്ക് ആശ്വാസവും ആനന്ദവും നൽകുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മനുഷ്യജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം കൈവരുന്നു. മരണത്തിലെ ചലനമില്ലായ്മയിൽ നിന്നും ജീവൻ്റെ അനുഭവത്തിലേക്കുള്ള രൂപാന്തരം. ഭയത്തിന് അറുതി ഉണ്ടാകുകയും നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ഉയർപ്പ് മനുഷ്യനെ നയിക്കുന്നു. ജീവിതം ആകസ്മികമായി ലഭിക്കുന്നതൊന്നല്ല എന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രകാരം നാം ഓരോരുത്തരും മെനയപ്പെടുകയും ഓരോ കാലഘട്ടത്തിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആഘോഷമായി ജീവിക്കുവാൻ കഴിയുന്നത്. ഈ ഉയർപ്പ് പെരുന്നാളിൽ ഈ സന്തോഷത്തിൻ്റെ അനുഭൂതി ജീവിപ്പാൻ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസത്തിലൂടെ എൻ്റെ ജീവിതം ആഘോഷമായി തീർക്കുവാൻ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.